ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. ആദ്യ സമയങ്ങളിൽ നടന്ന സർവേകളിലെല്ലാം തന്നെ INDA മുന്നണിക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ മേൽക്കൈ പ്രവചിച്ചിരുന്ന സർവേകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് സർവേ വന്നിരിക്കുന്നു. ഇന്ത്യ TV CNXന്റെ സർവേ ഫലം ഇങ്ങനെയാണ്. 48 സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത്. ഇതിൽ ഉദ്ധവിന്റെ ശിവസേനയ്ക്ക് 8 സീറ്റ് ലഭിക്കും, NCPക്ക് 3 സീറ്റ് ലഭിക്കും, കോൺഗ്രസിന് കേവലം 1 സീറ്റ് മാത്രമാണ് ലഭിക്കുക എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. BJPക്കാട്ടെ അല്ലെങ്കിൽ NDA സഖ്യത്തിനാകട്ടെ BJPക്ക് 25 സീറ്റും ഷിൻഡേക്ക് 6 സീറ്റും അജിത് പവാറിന്റെ NCPക്ക് 4 സീറ്റും, അങ്ങനെ ടോട്ടൽ NDAക്ക് 35 സീറ്റും പ്രതിപക്ഷത്തിന് 13 സീറ്റും ലഭിക്കും. കഴിഞ്ഞ തവണ 2019 ശിവസേനയ്ക്ക് 18ഉം BJPക്ക് 23 സീറ്റും ഉണ്ടായിരുന്നു. ആ 23 എന്നുള്ളത് BJP 25ആക്കി വർദ്ധിപ്പിക്കുമ്പോൾ ശിവസേന 2ആയി പിളർന്നുപോയി. അതിൻ്റെ ഭാഗമായി ഷിൻഡേ പക്ഷത്തിന് 6ഉം ഉദ്ധവിൻ്റെ പക്ഷത്തിന് 8ഉമാണ് ലഭിക്കുന്നത്. ഏതായാലും NDA സഖ്യം 48ൽ 35 നേടുമെന്ന് ഈ സർവേ പറയുന്നു. പ്രതിപക്ഷം 13 സീറ്റ് നേടുകയുള്ളൂ എന്ന് പറയുന്നു. ഏതായാലും മഹാരാഷ്ട്രയിലെ പുതിയ സർവേ ഫലം BJPക്ക് വലിയ ഒരു ഉത്തേജനവും കരുത്തും നൽകും. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ അത്രയും സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പോലും 35 സീറ്റ് ലഭിക്കും എന്നുള്ളത് ഒരു വലിയ വാർത്ത തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ നടന്ന എല്ലാ പ്രീപോൾ സർവേകളിലും NDA സഖ്യം പിന്നിലായിരുന്നു. കോൺഗ്രസും അതുപോലെ തന്നെ ഈ INDA മുന്നണിയുമൊക്കെ മുന്നിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെ അമ്പേ പുറകോട്ട് അടിച്ചുകൊണ്ടുള്ള പുതിയ സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.